ആലപ്പുഴ ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. അടുക്കി വെച്ചിരുന്ന തുണിക്കെട്ടുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. രതീഷ്, നമ്മളെല്ലാവരും ഗിയറില്ലാത്ത സ്കൂട്ടർ ഓടിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വാഹനം നിർത്താതെ പലപ്പോഴും ആളുകളോടൊക്കെ സംസാരിക്കാറുണ്ട്. പലയിടത്തും നമ്മൾ ഇങ്ങനെ അപകടം കണ്ടിട്ടുള്ളതാണ്. കാരണം ഗിയറുള്ള വണ്ടിയാണെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ ഗിയർ ഇടാതെ മുന്നോട്ട് പോകില്ല. പക്ഷേ ഈ ഗിയർലെസ് വണ്ടി ആയതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ അത് മുന്നോട്ട് കുതിക്കും. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. ഭാര്യ കടയിൽ തുണി വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അച്ഛനും മൂത്ത മകളും വണ്ടിയിലിരുന്നു. ഇതിനിടയിൽ ഒരു പക്ഷേ ഇവരിൽ ആരെങ്കിലും വാഹനത്തിൻ്റെ ആക്സിലേറ്റർ പിടിച്ച് തിരിച്ചതായതുകൊണ്ടായിരിക്കാം വാഹനം മുന്നോട്ട് കുതിച്ചത്. നമുക്കറിയാമോ, നമുക്ക് സത്യത്തിൽ അത് കാണുമ്പോൾ ചെറിയൊരു ചിരി തോന്നും. കാരണം നമ്മൾ സാധാരണ നിലയിൽ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു വാഹനം ഇടിച്ച് കടയിലേക്ക് കയറി വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും സിനിമാ രംഗങ്ങളിലൊക്കെ കണ്ടത്. എന്തായാലും സമാനമായ രീതിയിലുള്ളൊരു അപകടമാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഹരിപ്പാട് നഗരത്തിലുള്ളൊരു തുണിക്കടയിൽ ഉണ്ടായത്. പക്ഷേ അവിടെ ആ ഒരു വലിയ തൂണുണ്ട്. അതായത് വാഹനം ചെന്ന് ഇടിക്കേണ്ടത് ആ തൂണിലാണ്. പക്ഷേ അതിനു മുൻപ് ഓണമായതുകൊണ്ട് തന്നെ ധാരാളം തുണിത്തരങ്ങളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് അവിടെ തുണി അടുക്കി വെച്ചതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവാകാത്തത്. അവിടെ ആ ഒരു തുണിക്കെട്ടില്ലായിരുന്നെങ്കിൽ വാഹനം വന്ന് ആ വലിയ തൂണിലിടിക്കുകയും വലിയ അപകടമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ സ്കൂട്ടറിലുള്ളവർക്ക് നിസ്സാരമായ പരിക്കുകളെ ഏറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും നമ്മൾ ഇത്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ ഓടിക്കുന്ന ആളുകളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ വാഹനം അഥവാ നമ്മൾ നിർത്തി ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എപ്പോഴും വാഹനം ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിനും ഒപ്പം തന്നെ നാട്ടുകാർക്കുമൊക്കെ നല്ലത്. ആലപ്പുഴ ഹരിപ്പാട് എന്നുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തുണിക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്കൂട്ടർ. രഘു പറഞ്ഞതുപോലെ തന്നെ ഗിയറില്ലാത്ത വാഹനം സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഓഫാക്കിയതിന് ശേഷം മറ്റുള്ളവരുമായി സംസാരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആക്സിലേറ്ററിൽ പിടിച്ചതാകാം. ഈ കുട്ടികൾ മുന്നിൽ ഉള്ള വാഹനമാണെങ്കിൽ കുട്ടികൾ ആക്സിഡൻറ്റിൽ പിടിച്ചാലും ഇതുപോലുള്ള സമാനമായ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.